പൂജ ഹോളിഡേയ്സ് ആയതിനാൽ ഒരു ട്രിപ്പിനിറങ്ങി. വയനാടും കൂർഗുമാണ് ടാർഗറ്റ്. രാത്രിയോടെ തലശ്ശേരിയിൽ ട്രെയിനിറങ്ങി. അന്ന് അവിടെ തങ്ങി. രാവിലെ ചരിത്രമുറങ്ങുന്ന തലശ്ശേരിയുടെ കോട്ടയിലെത്തി. 317 വയസ്സാണ് ഈ കോട്ടയുടെ പ്രായം. ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കാൽപ്പാടുകൾ കയറിയിറങ്ങിയ പടിക്കെട്ടിലൂടെ നമ്മൾ നടന്നെത്തുന്നത് 2 ഏക്കറിൽ പണിതീർത്തിരിക്കുന്ന ഒരു കിടിലൻ കോട്ടയുടെ മുകളിലാണ്. ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി തന്ത്രപരമായ ദ്വാരങ്ങളുള്ള മതിലുകൾ നിർമ്മിച്ച് ലാറ്ററൈറ്റ് ഘടനയിലാണ് കോട്ട പണികഴിപ്പിച്ചിരിക്കുന്നത്. കടലിലേക്ക് തുറക്കുന്ന രഹസ്യ തുരങ്കങ്ങൾ ഈ കോട്ടയിലുണ്ട്. ചെത്തിയെടുത്ത വെട്ടുകല്ലുകൾക്കൊപ്പം കുമ്മായം, മുട്ടയുടെ വെള്ള, ശർക്കര തുടങ്ങിയ മിശ്രിതം ചേർത്താണ് കോട്ടയുടെ നിർമ്മാണം. ബ്രിട്ടീഷുകാർ സുഗന്ധവ്യഞ്ജനങ്ങളും ആയുധങ്ങളും സൂക്ഷിച്ചിരുന്ന ഭൂഗർഭ അറയാണിത്. കേരളത്തിൽ വിദേശികൾ നിർമ്മിച്ച മറ്റു കോട്ടകളിൽ നിന്നും തലശ്ശേരി കോട്ടയെ വ്യത്യസ്തമാക്കുന്നത് ഈ വലിയ ഭൂഗർഭ അറകളാണ്. പീരങ്കിയാണെന്ന് തോന്നാമെങ്കിലും ഈ മെഷീൻ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതിനും റോഡ് നിർമ്മാണത്തിനുമാണ് ഉപയോഗിച്ചിരുന്നത്. 1840 ആരംഭിച്ച ബർഫോർഡ് ആൻഡ് പർക്കിസൺ എന്ന ബ്രിട്ടീഷ് കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ബ്രിട്ടീഷുകാരിൽ നിന്നും ഈ കോട്ട പിടിച്ചെടുക്കാൻ ഫ്രഞ്ചുകാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഈ കോട്ട പണിയാൻ അനുമതി നൽകിയ കോലത്തിരി രാജാവും സംഘവും ഒരിക്കൽ കോട്ട വളഞ്ഞു. സമർത്ഥരായ ബ്രിട്ടീഷുകാർ ആ ശ്രമവും ബുദ്ധിപൂർവ്വം പരാജയപ്പെടുത്തി. ഇവിടെ ചരിത്രം ഉറങ്ങുകയല്ല, കണ്ടറിയാനും തൊട്ടറിയാനും വരുന്നവർക്കായി ചരിത്രം ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. ചരിത്രത്തിൻ്റെ ഈ ഹാങ് ഓവറിൽ നിന്നും സഞ്ചരിച്ചെത്തിയത് കണ്ണൂരിലെ ഏറ്റവും മനോഹരമായ ബീച്ചായ മുഴുപ്പിലങ്ങാടി ബീച്ചിലാണ്. ധർമ്മടം ബീച്ച് ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാർ മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നു. നടപ്പാതയും കുട്ടികൾക്കുള്ള കളിസ്ഥലവും ശുചിമുറികളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ബീച്ച് ടൂറിസത്തിൻ്റെ സാധ്യതകൾ കേരളവും ഉപയോഗപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. കലയും സംസ്കാരവും കടലിനോട് ചേരുന്ന മനോഹരമായ ഡിസൈൻ. ഫൺ മൂഡ് ആയതിനാൽ ഒരു ഫൺ കോൺ ഐസ്ക്രീം തന്നെ നുകർന്നുകൊണ്ട് കടലിന് ഒരു കമ്പനി കൊടുത്തു. ഇനി ഞങ്ങൾ പോകുന്ന സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഉല്ലാസ കേന്ദ്രം നിങ്ങൾ ആസ്വദിച്ചിട്ടില്ല എന്ന് തീർച്ച. കണ്ണൂർ കർണാടക അതിർത്തി ഗ്രാമമായ കുടിയാൻ മലയ്ക്കടുത്ത് പൈതൽ മല താഴ്വരയിലെ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. പ്രധാന വെള്ളച്ചാട്ടത്തിലെത്താൻ പാർക്കിംഗ് ഏരിയയിൽ നിന്നും 2 കിലോമീറ്റർ ഓഫ് റോഡ് വഴി ജീപ്പിൽ സഞ്ചരിക്കണം. ഏതാണ്ട് മിക്സിയിൽ കിടക്കുന്ന പാറക്കല്ലിൻ്റെ അവസ്ഥയാണ്. പക്ഷെ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ഇളക്കം മെല്ലെ മനസ്സിലേക്ക് മാറും. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് കൺമുന്നിൽ. ആദ്യമേ തന്നെ കേരള ടൂറിസത്തിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം പല വെള്ളച്ചാട്ടങ്ങളും കണ്ടു തിരിച്ചു പോകാമെന്നല്ലാതെ അവിടെ ഇറങ്ങി കുളിക്കാൻ അനുവാദമില്ല. ഇവിടെ ധാരാളം ലൈഫ് ജാക്കറ്റുകൾ നിരത്തിയിട്ടിരിക്കുന്നു. നീന്തൽ അറിയാത്തവർക്ക് പോലും ലൈഫ് ജാക്കറ്റ് ധരിച്ച് 10 അടി ആഴമുള്ള വെള്ളത്തിലിറങ്ങി ആസ്വദിക്കാം. സഹായത്തിനായി നീണ്ട റോപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്.
സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ലൈഫ് ഗാർഡുകൾ കൂടെ തന്നെയുണ്ട്. വസ്ത്രങ്ങൾ മാറാനും റൂമുകൾ ഇവിടെയുണ്ട്. 7 കുണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം 7 കുഴികൾ എന്നാണ്. 7 തലങ്ങളിലുള്ള പാറക്കെട്ടുകളുള്ള വ്യത്യസ്ത വലിപ്പത്തിലും ആഴത്തിലുമുള്ള പ്രകൃതിദത്ത കുളങ്ങളാണ് ഈ വെള്ളച്ചാട്ടങ്ങളിൽ ഉള്ളത്. എവിടെയോ ഒരു ചെറിയ കുഴി കൂടി ഉണ്ടായിരിക്കാം. അതാകാം 7-നൊപ്പം ഒരു അര കൂടി ചേർന്നത്. മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നിന്നും കിട്ടിയതിൻ്റെ ഇരട്ടി വൈബിൽ ഒന്ന് ചില്ലൗട്ട് ചെയ്ത് ഒരു ചൂട് കോഫിയും നുകർന്ന് ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി. പൈതൽ മലയിലെ ഒരു ഒറ്റപ്പെട്ട ഗസ്റ്റ് ഹൗസിലായിരുന്നു അന്നത്തെ രാത്രി. ഇവിടെ നിന്നാൽ കണ്ണൂരും കാസർഗോഡും കർണാടകയും ഒക്കെ കാണാം. രാവിലെ നേരത്തെ ഉണരണം. കൂർഗിലേക്കാണ് അടുത്ത യാത്ര.